എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതാണ്. ഓണം എത്തിയതോടെ തന്നെ വിപണിയിൽ ജമന്തി പൂവെത്തി. നമ്മുടെ ഗ്രാമപ്രദേശത്ത് ധനുച്ചുരത്തു നിന്നും റെയിൽവേക്ക് വരുന്ന അടുത്ത വയലിൻ്റെ കരയിലാണ് 1 ഏക്കർ സ്ഥലത്ത് ജമന്തി പൂത്തു നിൽക്കുന്ന മഞ്ഞ കളറും ചുവന്ന കളറിലുമാണ് പൂത്തിക്കുന്ന, സ്വർണ്ണ കളർ മഞ്ഞ കളർ പൂത്തിക്കുന്ന, പച്ച ഇലയിൽ തന്നെ മഞ്ഞ കളർ പൂത്തു നിൽക്കുന്ന കൗതുകമായ ഒരു സംഭവമാണ് ഇവിടെ. 1 ഏക്കറിലാണിത്. അയൽക്കൂട്ടക്കാരാണ് ജമന്തി നട്ടതെന്ന് നമുക്ക് തോന്നുന്നു. ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 1 ഏക്കർ ദൂരം ജമന്തി പൂത്ത് കിടക്കുന്ന ഈ ഓണം ആഘോഷത്തിന് വിപണിയിലെത്തുന്ന, ഉദ്യങ്ങളുടെ വിപണിയിലും കടകളിലും എത്തുന്ന ഈ ജമന്തി പൂവാണ് ഓണം ആഘോഷത്തിന് എത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ ലൈവ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ ജമന്തി പൂവിൻ്റെ കളർ എന്തൊരു അഴകാണ് കാണാൻ, എന്തൊരു രസമാണ്. ചുവന്നതും മഞ്ഞ കളർ, സ്വർണ്ണ കളറിലുള്ള മഞ്ഞ കളറുമായ ജമന്തിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. 1 ഏക്കർ വസ്തുവിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. നമുക്കിനി 100 മീറ്റർ മുമ്പിലോട്ട് പോവാം. ആ പൂവിൻ്റെ കളർ കാണാനുള്ള സാധ്യത. 100 മീറ്റർ മുമ്പിലോട്ട് പോവാം. കൗതുകമായിട്ടുള്ള ജമന്തി പൂത്ത് നിൽക്കുന്നത്. ഓണത്തിന് വിപണിയിലെത്താൻ ഇനി ഒരാഴ്ച പോലുമില്ല ഈ ജമന്തി പൂ എത്തുന്നത്. അത്തപ്പൂടിനടത്തും പല ഭാഗങ്ങളിലേക്കും ഉത്സവ സമയത്ത് ക്ഷേത്രങ്ങളിലെത്തുന്നതും ക്ഷേത്ര ഉത്സവ സമയത്തും ഈ ജമന്തി പൂവാണ് കമ്പോളങ്ങളിലെത്തുന്നത്. ആൾക്കാർ കൂട്ടത്തോടെ വാങ്ങിക്കാനും എത്തുന്നത്. ഇനി ഒരാഴ്ച ഉള്ളൂ ഓണം പ്രമാണിച്ച്, അടുത്ത ഞായറാഴ്ച ഓണം. ഈ പൂവെല്ലാം ഈ ശനിയാഴ്ച കഴിയുമ്പോൾ വിപണിയിൽ എത്തുന്നതാണ്. അതിൻ്റെ ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. 1 ഏക്കർ വസ്തു ആ ജമന്തി പൂത്ത് കിടക്കുന്ന കാണുമ്പോൾ എന്തൊരു അഴകാ. ഒരു വയലിൻ്റെ കരയിലാണ്. അതിൻ്റെ അടുത്താണ് റെയിൽവേ. അതിൻ്റെ അടുത്ത് ഒരു 3/4 കിലോമീറ്റർ വയ്യ ഉദയങ്ങളരെ ജംഗ്ഷനാണ്. അവിടെയാണ് ഈ പൂക്കൾ പോകുന്നത്, പലയിടത്തും പോകുന്നത്. നമ്മൾ അല്ലെങ്കിൽ പൂക്കൾ വാങ്ങിക്കുന്ന ജമന്തി പൂ തമിഴ്നാട്ടിനാണ്, തോവാള എന്ന് പറയുന്ന സ്ഥലത്തിനാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഇപ്പം നമ്മളെ സ്ഥലത്തും ധനുച്ചുരത്തും കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ആ വയലിൻ്റെ കല്ലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജമന്തി പൂത്ത് കിടക്കുന്നത്. അതുപോലെ മഞ്ഞ കളർ ജമന്തി പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തൊരു അഴകാ. ആ പച്ച കളറിൽ ആ മഞ്ഞ ജമന്തി പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു അഴകാണ് നമുക്ക് കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ ധനുച്ചുരത്ത് നിന്ന് വയലിൻ്റെ കല്ലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1 ഏക്കർ വസ്തുവിലാണ് ജമന്തി പൂത്ത് നിൽക്കണമെന്ന് പറയാം. കൗതുകമായിട്ട് നല്ല വെയിലും. ഇനി ഒരാഴ്ചയുള്ളൂ ഓണം. വിപണിയിലേക്ക് ഈ പൂക്കൾ എത്തുന്നു. അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു, ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിൽ ഈ പൂക്കളാണ് എത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. മിനിഞ്ഞാന്ന് 4 ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി ജമന്തി പൂ കമ്പോളത്തിലെത്തും. ആ മഞ്ഞ കളറിൽ കാണുമ്പോൾ തന്നെ എന്തൊരു അഴകാ. ഒന്ന് പിടിച്ചു നോക്കട്ടെ. മഞ്ഞ കളറിലെ ജമന്തി പൂ, ആ മഞ്ഞ കളർ, സ്വർണ്ണ കളർ, മാല ഒരു ഇത്രയും കളർ കാണില്ല. അത്ര ഒരു സമൂഹത്തിൻ്റെ പച്ച ഇലയിലാണ് ജമന്തി പൂ നിൽക്കുന്നത്. കൗതുകമാറ്റ ഓണം എത്തി നമുക്കറിയാം. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പൂക്കൾ വിപണിയിലെത്തുന്നു. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ. കൗതുകമാറ്റ ജമന്തി 2 സൈഡും പൂത്തു നിൽക്കുന്ന ഈ ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. ജമന്തിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. കൗതുകം വയലിൻ്റെ കരയിലാണ് നിൽക്കുന്നത്. അതുപോലെ ഞാൻ പോസ്റ്റ് MLA ഉദ്ഘാടനം ചെയ്തതിൻ്റെ പോസ്റ്റിൻ്റെ പടം കാണുന്നുണ്ട്. കുലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും നവനീതും അടുത്തുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളെ MLA ഹരീന്ദ്രൻ സാറും ഫോട്ടോയിലുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അവിടെ നിന്നും വാർത്തയാണ് നമ്മളിപ്പോൾ ലൈവാണ് പ്രേക്ഷകരെ മുന്നിൽ നൽകിയ